കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ സ്ലീവ് കട്ടിംഗ് ആണ്. 38 ചെസ്റ്റ് സൈസിൻ്റെ സ്ലീവ് കട്ടിങ്. നേരത്തെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, ബോഡി ആം ഹോളിനനുസരിച്ച് എങ്ങനെ കറക്റ്റ് ലെങ്ത്തിൽ മിസ്മാച്ചസ് ഒന്നും വരാതെ സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന്. അപ്പം അതിൻ്റെ 38 ചെസ്റ്റ് സൈസിൻ്റെയാണ് ഇന്ന് കാണിക്കുന്നത്. അതുപോലെ ഇതിനു മുമ്പ് ഞാനൊരു 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചുരിദാർ മെഷർമെൻറ്റും അതുപോലെ തന്നെ ചുരിദാർ കട്ടിങ്ങും ഡീറ്റെയിൽഡ് വീഡിയോ. അപ്പോൾ അതുകൂടെ കണ്ടിട്ട് ഇത് കാണുന്നതായിരിക്കും നിങ്ങൾക്കൊന്നും കൂടി മനസ്സിലാവുന്നത്. കാരണം അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ വീഡിയോ. അപ്പം നമുക്ക് എങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് സ്ലീവ്സ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് നോക്കാം. 38 ചെസ്റ്റ് സൈസിന്റെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ലീവിന്റെ ലെങ്ത് 14 ഇഞ്ചാണ് വേണ്ടത്. അതിന്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് 15.5 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാൻ താഴെ നിന്ന് ഇങ്ങോട്ട് 15.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഈ സൈഡിലും ഒരു 15.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ അങ്ങ് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇവിടുന്ന് വിഡ്ത്ത് എത്ര എടുക്കേണ്ടതെന്നാണ്. നമ്മുടെ ആം ഹോൾ കർവ് നമുക്ക് കിട്ടേണ്ടത് 8.25 ഇഞ്ചാണ്. അപ്പൊ നമുക്കിവിടെ ഒരു 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, എനിക്കിവിടെ 9.5 ഇഞ്ച് ഉള്ളത് കൊണ്ട് ഞാൻ 9.5 ഇഞ്ച് തന്നെ അങ്ങ് എടുക്കുവാണ്. എത്ര എടുത്താലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ആ കറക്റ്റ് ഇതിനെ വരത്തുള്ളൂ നമ്മൾ സ്ലീവ് വരച്ചു കഴിയുമ്പോൾ. പക്ഷെ നിങ്ങൾക്ക് തുണിയൊക്കെ തികയുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രയാണോ ആം ഹോൾ കർവ് കിട്ടുന്നത് അതിന്റെ കൂടെ ഒരു 1/2 ഇഞ്ച് ചേർത്തിട്ട് ഈ വിഡ്ത്ത് കണക്കാക്കിയാൽ മതിയാവും. ഓക്കെ, എനിക്കിവിടെ 9.5 ഇപ്പോൾ ഉള്ളത്, ഞാൻ അത് തന്നെ അങ്ങ് എടുക്കുവാണ്. ഇനി നമുക്ക് ഒരു മെഷർമെന്റ് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാനുണ്ട്. ക്യാപ് ഹൈറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 10 ആണ്. ഇവിടെ നമുക്ക് ചെസ്റ്റ് 38 ആണ്. ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ നമുക്ക് 3.8 ആയിരിക്കും കിട്ടുന്നത്. ഇതാണ് നമ്മുടെ ക്യാപ് ഹൈറ്റ്. അപ്പൊ നമുക്ക് ഈ കോർണറിൽ നിന്നും ക്യാപ് ഹൈറ്റ് 3.8 ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടുന്ന് നമുക്ക് 3.8 അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു മെഷർമെന്റിന്റെ ആവശ്യം കൂടി ഉണ്ട്. ഇത് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട്, അതായത് സ്ലീവിന്റെ ലെങ്ത്തും അതുപോലെ തന്നെ സ്ലീവ് നമ്മൾ ഷോൾഡറുമായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ സ്ലീവിന്റെ ലെങ്ത്തും നമ്മുടെ ബോഡി പാർട്ടിന്റെ ആം ഹോളിന്റെ കർവും തമ്മിൽ വ്യത്യാസം വരും. അതായത് സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്ന് കാണിക്കാം. നമ്മളിവിടെ ബോഡി പാർട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ, അല്ലെ? അപ്പൊ ഇതാണ് ബോഡി പാർട്ടിന്റെ കറക്റ്റ് ആം ഹോൾ കർവ്. ഈ ആം ഹോൾ കർവിന്റെ ഇവിടെ നിന്നും നമ്മളിവിടെ തയ്യൽ തുമ്പില്ലേ, ഇവിടെ വരെയാണ് കറക്റ്റ് ആം ഹോൾ കർവ് വരുന്നത്. ബാക്കി ഇങ്ങോട്ട് തയ്യൽ തുമ്പാണ്. അതുകൊണ്ട് തന്നെ ഇതാ ഇവിടെ നിന്നും കറക്റ്റ് ആയിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് പിടിക്കാം. ഈ ഒരു കോർണറിലെ മെഷർമെന്റ് എത്രയാന്ന് നോക്കുക. ഇത് കണ്ടോ, ഇത് 7 ഇഞ്ചാണ് വരുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണണം. ഇത് 7 ഇഞ്ചാണ് എനിക്കിവിടെ കിട്ടുന്നത്. അപ്പൊ ഇതാ ആ 7 ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് 7 ഇഞ്ച് അങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇതാണ് 7 ഇഞ്ച് വരുന്നത്. പിന്നെ നമ്മളിതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. ഇത് 1.5 ഇഞ്ച് മുതൽ 2 ഇഞ്ച് വരെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതാ ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതും ഇവിടെ 7 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ താഴെ, അതും കൂടെ അങ്ങ് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് കർവ് വരച്ചെടുക്കുവാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രീ ഹാൻഡ് ആയിട്ടാണ് വരയ്ക്കുന്നത്. ഇവിടുന്ന് കുറച്ച് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഈ ലൈനിൽ കൂടെ തന്നെ അങ്ങ് വരയ്ക്കുക. അതിനുശേഷം ഇതാ കുറച്ചൊന്ന് ബൾജ് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ സെന്ററിൽ ഏകദേശം എത്തുമ്പോൾ ഒരു 1/2 ഇഞ്ചോളം വരണം. അങ്ങനെ വന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഈ 1.5 ഇല്ലേ അവിടെ എത്തുമ്പോഴേക്കും കുറച്ച് കൊണ്ടുവന്നിട്ട് അവിടെ അങ്ങ് ജോയിൻ ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇതാണ് നമ്മുടെ ആം ഹോള് വരച്ചെടുത്തേക്കുന്നത്. ഇനി നമുക്കിതാ ഇവിടുന്ന് നമ്മൾ ബോഡി പാർട്ടിന് എത്രയാണോ തയ്യൽ തുമ്പ് കൊടുത്തത് ആ തയ്യൽ തുമ്പ് ഇവിടെ ആഡ് ചെയ്യാം. ഇവിടെ 1.5 ഇഞ്ചാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നമുക്ക് സ്ലീവ് എൻഡാണ്. സ്ലീവ് എൻഡ് 5 ഇഞ്ചാണ്. അതിന്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ട് 6.5 ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്തു.
എന്നിട്ട് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് അങ്ങ് വരച്ചെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. നമ്മുടെ സ്ലീവ്സ് ഇവിടെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് സെന്റർ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോള് കുഴിച്ചെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ഫ്രണ്ട് ആം ഹോള് കുഴിച്ചെടുക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ സൈഡ് മാറിപ്പോവാൻ പാടില്ല. ഞാൻ സാധാരണ ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാല് സ്ലീവ്സ് രണ്ടും എടുത്തിട്ട് ഇതിന്റെ നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ മടക്കിയിടും. ഇതിന്റെ നല്ല വശം ഉള്ളിലാണ്. ഇത് റോങ് സൈഡാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഇതാണ് റോങ് സൈഡ്. എന്നിട്ട് ഇതാ ഇങ്ങനെ വെച്ച് നോക്കും. ഇത് ഈ സൈഡിലത്തെ സ്ലീവ് ആണ്, ഇതാ ഈ സൈഡിലത്തെ സ്ലീവ്. ഇങ്ങനെ ഞാൻ വെച്ച് നോക്കും. ഇത് ഫ്രണ്ട്, ഇതാണ് രണ്ടിന്റെയും ഫ്രണ്ട് വരുന്നത്. അടിഭാഗത്തുള്ളതാണ് ബാക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതാ എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ഇങ്ങനെ അങ്ങ് എടുക്കും. കണ്ടോ, ഇങ്ങനെ എടുക്കും. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് മാറിപ്പോവാൻ നമ്മുടെ ഫ്രണ്ട് ഏതാന്ന് കിട്ടും. രണ്ട് സൈഡും ഒന്നിച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്നൊരു ചെറിയൊരു പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. കണ്ടോ, ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് അങ്ങ് എടുത്തിട്ട് ഈ ഒരു പോർഷൻ, നടു പോർഷൻ എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനെ കുറച്ചൊരു 1/2 ഇഞ്ചോളം നമുക്ക് കുഴിച്ചെടുക്കണം. ചെറിയൊരു പോർഷൻ നമുക്ക് കുഴിച്ച് കട്ട് ചെയ്ത് എടുക്കണം. ഇവിടെ ഒരു പോർഷൻ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് നമ്മൾ എക്സ്ട്രാ കുഴിച്ച് എടുത്തിട്ടുള്ളത്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എവിടെയാണ് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു കട്ടിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ലീവ് കട്ടിങ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ടാറ്റാ.